രാമേശ്വരം ധനുഷ്കോടി യാത്രയുടെ ഭാഗമായിട്ടാണ് നമ്മൾ മധുരയിലെത്തിയത്. നമ്മളിപ്പോൾ ഉള്ളത് മധുരയിലാണ്. മധുര മീനാക്ഷി ക്ഷേത്രമെല്ലാം കണ്ട ശേഷം പിന്നീട് നമ്മൾ തിരുമലൈ നായ്ക്ക് മഹൽ കാണാനാണ് എത്തിയത്. നമ്മുടെ രാമേശ്വരം ധനുഷ്കോടി യാത്രയുടെ വീഡിയോസ് എല്ലാം ഒരു പ്ലേലിസ്റ്റിലാക്കി ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കണ്ടു നോക്കാവുന്നതാണ്. 17-ാം നൂറ്റാണ്ടിൽ മധുര ഭരിച്ചിരുന്ന നായിക് രാജവംശത്തിലെ രാജാവായിരുന്ന തിരുമല നായക് രാജാവാണ് 1636-ൽ തിരുമലൈ നായ്ക്കർ മഹൽ അല്ലെങ്കിൽ തിരുമലൈ നായ്ക്കർ പാലസ് എന്ന ഈ കൊട്ടാരം നിർമ്മിച്ചത്. മധുരൈ മീനാക്ഷി ക്ഷേത്രത്തിൽ നിന്നും വെറും 1.5 കിലോമീറ്റർ മാത്രം അകലെയാണ് തിരുമലൈ നായ്ക്കർ പാലസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി എന്നെങ്കിലും മധുരൈ മീനാക്ഷി ക്ഷേത്രത്തിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പാലസും കൂടി നിങ്ങളുടെ യാത്രയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇവിടെ പാർക്കിംഗ് സ്പേസ് അല്പം കുറവാണ്. നിങ്ങൾ മധുരൈ മീനാക്ഷി ക്ഷേത്രം കണ്ട ശേഷമാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ വാഹനം അവിടെ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നും എന്തെങ്കിലും ടാക്സിയോ ഓട്ടോയോ പിടിച്ച് ഇങ്ങോട്ട് വരുന്നതായിരിക്കും നല്ലത്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം. മീനാക്ഷി ക്ഷേത്രത്തിലെല്ലാം പോയ ശേഷമാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. ക്ലോസിംഗ് ടൈമിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അല്പം താമസിച്ചാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഏതാണ്ട് 4:30 അടുത്താണ് നമ്മളിവിടെ എത്തിച്ചേർന്നത്. ടിക്കറ്റെല്ലാം എടുത്ത് അകത്ത് കയറി വീഡിയോ എല്ലാം എടുത്തു തുടങ്ങിയപ്പോൾ തന്നെ സമയം പെട്ടെന്ന് തന്നെ കടന്നുപോയി. 5 മണിയോട് അടുത്തപ്പോൾ തന്നെ ഇതിൻ്റെ മേൽനോട്ടക്കാരൻ അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള ബഹളം തുടങ്ങിയിരുന്നു. കാഴ്ചയിൽ തന്നെ അതിഗംഭീരമായ മനോഹരമായ ഒരു കൊട്ടാരമാണിത്. നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട്. കൂടാതെ ഈ പാലസിൽ അതിഗംഭീരമായ ഒരു മ്യൂസിയം കൂടിയുണ്ട്. അന്നത്തെ കാലത്തെ ഉപയോഗിച്ചിരുന്ന പുരാവസ്തുക്കളുടെ എല്ലാം ഒരു വലിയ ശേഖരം തന്നെയുണ്ട് മ്യൂസിയത്തിൽ. ഇതുകൂടാതെ എല്ലാ ദിവസവും വൈകിട്ട് 6:45 മുതൽ 7:30 വരെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും ഉണ്ട് ഈ പാലസിൽ. നമ്മളിപ്പോൾ ഈ കാണുന്ന കൊട്ടാരത്തിലാണ് അന്ന് രാജാവ് താമസിച്ചിരുന്നത്. ഇപ്പോൾ കാണുന്നതിനേക്കാളും ഏതാണ്ട് 4 ഇരട്ടി വലിപ്പമുണ്ടായിരുന്നു അന്ന് അതിന്. രാജാവിന് താമസിക്കാൻ വേണ്ടി പണിത ഈ കൊട്ടാരം അന്ന് പണിതത് ഒരു ഇറ്റാലിയൻ വാസ്തുശില്പിയാണെന്നാണ് കരുതപ്പെടുന്നത്. ഇപ്പോൾ കാണുന്ന കൊട്ടാരത്തിൻ്റെ ഈ വലിപ്പത്തിൽ നിന്നും ഏതാണ്ട് 4 ഇരട്ടിയോളം വലിപ്പമുണ്ടായിരുന്നു കൊട്ടാരം പണിതപ്പോൾ. കൊട്ടാരത്തിന് കാലാന്തരത്തിൽ നിരവധി നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും കൂടാതെ ഈ രാജാവിൻ്റെ കൊച്ചുമകൻ തിരുച്ചിറപ്പള്ളിയിൽ ഒരു കൊട്ടാരം പണിയുമ്പോൾ അവിടത്തേക്ക് ഇവിടെ ഉണ്ടായിരുന്ന വിലകൂടിയ കൊത്തുപണികളും ആഭരണങ്ങളും കൊണ്ടുപോയതായും പറയപ്പെടുന്നു. 1866 മുതൽ 1872 വരെയുള്ള കാലഘട്ടങ്ങളിൽ മദ്രാസ് ഗവർണറായിരുന്ന നേപ്പിയർ പ്രഭു ഈ കൊട്ടാരം ഭാഗികമായി നവീകരിക്കുകയും നിരവധി വർഷങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ഇപ്പോഴുള്ള ഈ രൂപത്തിലെത്തിച്ചേരുകയും ചെയ്തു. രാജാവിന് താമസിക്കാൻ ഒരു അതിഗംഭീരമായ കൊട്ടാരം പണിയുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് തിരുമല നായിക് കൊട്ടാരം പണിയുകയും ഇത് പുരാതന കാലത്തെ ഏറ്റവും മികച്ച വാസ്തുവിദ്യകളിൽ ഒന്നായി തീരുകയും ചെയ്തത്. ഒരു ഇറ്റാലിയൻ വാസ്തുശില്പിയാണ് ഈ കൊട്ടാരം രൂപകൽപ്പന ചെയ്തതായിട്ടാണ് കരുതപ്പെടുന്നത്. ഒരു ദ്രാവിഡ ഇസ്ലാമിക വാസ്തുവിദ്യാ ശൈലികളുടെ മിശ്രിതമാണ് ഈ കൊട്ടാരത്തിൻ്റെ രൂപം. കൂടാതെ കൊട്ടാരത്തിൻ്റെ അകത്തളങ്ങളിൽ അതിമനോഹരമായ പെയിൻറ്റിങ്ങുകളും ശില്പങ്ങളുമുണ്ട്. കൊട്ടാരത്തിൻ്റെ മേൽക്കൂരയിലെ പെയിൻറ്റിങ്ങുകൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. കൂടാതെ ഇറ്റാലിയൻ വാസ്തുശില്പി രൂപകൽപ്പന ചെയ്തുകൊണ്ട് ഇതിനെ ദ്രാവിഡ ഇറ്റാലിയൻ വാസ്തുവിദ്യയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നെന്നും കരുതപ്പെടുന്നു. കൂടാതെ ആ കാലഘട്ടങ്ങളിൽ പോർച്ചുഗീസുകാരും ഡച്ചുകാരും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യാപാരിമാരും മിഷണറിമാരുമെല്ലാം നിത്യസന്ദർശകരായിരുന്നു മധുര രാജ്യത്ത്. ഇതും ഈ കൊട്ടാരത്തിൻ്റെ ഡിസൈനെ സ്വാധീനിച്ചതായി കരുതപ്പെടുന്നു. എന്തായാലും കലാചരിത്രകാരന്മാർ ഈ കൊട്ടാരത്തെ അതിൻ്റെ അവസാന നായക് ശൈലിയിലുള്ള വിജയനഗര വാസ്തുവിദ്യയുടെ മികച്ച ഒരു ഉദാഹരണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. തിരുമലൈ നായ്ക്കർ കൊട്ടാരത്തെ 2 പ്രധാന ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് സ്വർഗവിലാസം എന്ന പേരിലും 2 രംഗവിലാസം എന്ന പേരിലും അറിയപ്പെടുന്നു. മുറ്റവും നൃത്തശാലയുമാണ് കൊട്ടാരത്തിലെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങൾ. കൂടാതെ നമ്മൾക്കിവിടെ നായക് രാജാവിൻ്റെ അലങ്കരിച്ച ഒരു സിംഹാസനവും കാണാൻ സാധിക്കും. 1545 മുതൽ 1740 വരെ മധുര ഭരിച്ചിരുന്നത് നായ്ക്കർ രാജവംശമായിരുന്നു. 1623 മുതൽ 1650 വരെ ഭരിച്ച തിരുമല നായിക്കാണ് അവരിൽ ഏറ്റവും മികച്ച രാജാവായിട്ട് കരുതപ്പെടുന്നത്. എടാ വിളിച്ചില്ലേ? വഴി പറഞ്ഞു കൊടുക്കോ? പെട്ടെന്നല്ലേ?
വിളിച്ചേ ചെല്ലേ വിളിച്ചേ. അണ്ണാ 10 മിനിറ്റ്. ആ ശരി. ആ എന്ത് പക്ക് പറയാം. வரண்ணா 5 minutes. കേരളാവിൽ വരണേ. അണ്ണാ കേരളാവിൽ വരണേ. என்ன കേരളാവിൽ വരണേ. സുനു നോക്കണേ പെട്രോൾ കൊടുക്കുക. കൊള്ളാലെത്തുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ സുഖമാണ്. ഫ്ലൈറ്റ് വേണം വിളിക്കണം. ഏ ഫ്ലൈറ്റിൽ ഇൻഡിഗോ സൂം ചെയ്ത് തോമസ് ആണ്ടൂർ. ഇവിടെ മര്യാദയ്ക്ക് ആ സമയത്ത് കറക്റ്റ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ധനുഷ്കോടി രാമേശ്വരം യാത്രയുടെ എല്ലാ വീഡിയോസും ഒരു പ്ലേലിസ്റ്റാക്കി ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ. നമ്മൾ നടക്കാൻ ദൂരമാണോ നോക്കി.